കേട്ടത് കണ്ടറിയാനുള്ള സമയമാണ്. എങ്ങോട്ട് പോവാണ്? റോസ് ഹൗസിലേക്ക്. റോസ് ഹൗസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടാന്ന് പറയാം, എല്ലാവരും കേട്ടിട്ട്. അപ്പൊ ഇത് കാണാൻ പോവാണ്. മന്ത്രി അപ്പൂപ്പൻ വിളിച്ചോ? വിളിച്ചു. കല്ലമ്പലം മുള്ളറങ്കോട് ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികൾ മന്ത്രിമന്ദിരത്തിലേക്ക്. ചുറ്റുപാടും കറങ്ങിക്കണ്ടു. ജൈവ വൈവിധ്യങ്ങളെ കണ്ടറിഞ്ഞതിന്റെ സന്തോഷം. പിന്നാലെ ചോദ്യങ്ങളും. എടനി എന്ന് പറയുന്നത് ഒരു ആയുർവേദ പ്ലാന്റ്സ് ആണ്. മുട്ടപ്പഴം അതൊരു ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. ഒടുവിൽ കാണാൻ കാത്തിരുന്നയാളെത്തി. നോട്ടത്തിനായി എല്ലാവരും ചേർന്ന് പേര് വിളിച്ചു. തൊട്ടറിയാൻ ആദ്യമൊന്ന് അറച്ചെങ്കിലും പിന്നാലെ കുട്ടാപ്പിയെ സ്നേഹം പൊതിഞ്ഞു. കറക്കത്തിനിടയിൽ മഞ്ചാടിയോട് പ്രായഭേദമന്യേ കൗതുകം. എന്നാലും ഞങ്ങൾ മഞ്ചാടി പറക്കുകയാണ് അല്ലേ, റോസ് ഹൗസിലെ മഞ്ചാടി പറക്കുകയാണ്. അപ്പൊ മഞ്ചാടി പറക്കി കാര്യങ്ങളൊക്കെ, ചെടികളൊക്കെ കണ്ടു, പൂക്കൾ കണ്ടു. ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കുക? എന്തിനാ കാത്തിരിക്കുക? അല്ല വല്ലതും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ആണോ? അപ്പൊ എന്തായാലും ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. മഞ്ചാടിയും പറക്കി ഞങ്ങള് പോവാണ്. വാ പോയേക്കാം. മന്ത്രി അപ്പൂപ്പനോട് മക്കളുടെ ചോദ്യങ്ങളും ആവശ്യങ്ങളും. ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണ് മന്ത്രിയുടെ വീട്ടിൽ പറഞ്ഞത്. 6-7 മുറി. മന്ത്രിയപ്പൂന്റെ വീട് വളരെ ഭംഗിയാണ്. ആണോ? എന്റെ സ്വന്തം വീടല്ല, ഗവൺമെന്റിന്റെ വകയാണ്. എന്റെ വീട് ഒരു ചെറിയ വീടാണ്. എന്റെ വീട് ഈഞ്ചക്കൽ എന്ന് പറയും. ഒടുവിൽ സന്ദർശനത്തിന്റെ മധുരം. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചും അവരുടെ വകുപ്പുകളെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഔദ്യോഗിക വസതിയും ചർച്ചയായി. അപ്പോൾ ഓരോ മന്ത്രിമാരുടെ വസതിയും കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ കുട്ടികളുടെ എല്ലാവരും കൂടെ തീരുമാനിച്ചു മന്ത്രിക്ക് കത്തെഴുതാമെന്ന്. റോസ് ഹൗസ് കാണാൻ അനുവാദം ചോദിച്ചു. മന്ത്രി അതിന് നമുക്ക് 2 ദിവസത്തിനകം തന്നെ റിപ്ലൈ തരികയും ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു മന്ത്രി ഭവനം കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. മന്ത്രിമന്ദിരം കാണണമെന്ന ആഗ്രഹം കത്തിലൂടെ അറിയിച്ച് ഒടുവിൽ അത് സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് മടക്കം. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. ഗോകുലെ, ആ സ്റ്റോറി ചെയ്തത് രാഹുലാണ്. ശരിക്കും ആ കുഞ്ഞു കൂട്ടുകാരത്ത് സംസാരിച്ചപ്പോൾ രാഹുലിനെ നേരിട്ട് അറിയായിരിക്കും അല്ലേ അവരുടെ സന്തോഷം എത്രത്തോളം ഉണ്ട് എന്ന്. സ്റ്റോറി കാണുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്, അങ്ങനല്ലേ ചോദ്യം വരികയുള്ളൂ. എന്തായാലും ഒരു കത്തയച്ചു അവരുടെ മന്ത്രിയപ്പൂപ്പനാണെങ്കിൽ ഇങ്ങ് പോന്നോളം പറഞ്ഞു. കുട്ടികൾ ആകെ ഹാപ്പിയാണല്ലേ? പൂജ, തീർച്ചയായും ഈ സ്റ്റോറി രാഹുൽ ചെയ്ത സമയത്ത് രാഹുൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിനുണ്ടായ ആ ഒരു സന്തോഷം എത്രത്തോളം ആണെന്നുള്ളത്. കാരണം കുട്ടികൾ ഒരു കൂട്ടമായി വരുന്നു, അവർ ആ മന്ദിരങ്ങൾ കണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഒരുപാട് കാലത്തെ മുൻപത്തെ ആഗ്രഹമാണ് ഇത്തരത്തിൽ ഈ റോസ് ഹൗസിന് മുൻപിലൂടെ പോകുമ്പോൾ. റോസ് ഹൗസ് മാത്രമല്ല, പലപ്പോഴും ഓരോ മന്ദിരങ്ങളിലും കയറി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ ഞാനും ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലർക്ക് അത് തെളിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ ആവശ്യങ്ങൾ മുൻപോട്ട് പറയുകയും അത്തരത്തിൽ മന്ത്രി വസതി മുൻപോട്ട് പോയി കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം അവർക്ക് ഒത്ത് ഇണങ്ങി വന്നതും. എന്തായാലും ഈ റോസ് ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ റോസ് ഹൗസും മന്ത്രിയുമായിട്ട്, ശിവൻകുട്ടിയുമായിട്ടുള്ള ബന്ധമൊക്കെ അഭേദ്യ ബന്ധമാണ്. അത് മുൻപ് ഈ മന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മന്ത്രി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഭാര്യ പാർവതി ദേവിയുമായിട്ടുള്ള ബന്ധം 1979 കാലഘട്ടത്തിൽ പാർവതി ദേവിയുടെ വെല്ലിച്ചനായിട്ടുണ്ടായിരുന്ന MN മാധവൻ നായർ ഇത്തരത്തിൽ മന്ത്രിയായിട്ടിരുന്ന സമയത്താണ് ഇവിടെ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തൻ്റെ ഭാര്യ അവിടെ സമയം ചെലവഴിച്ചതിനെ പറ്റിയൊക്കെയുള്ള കഥകൾ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ റോസ് ഹൗസ് കുറച്ചുകൂടെ പ്രസിദ്ധമാണ്. അത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈകാരികമായിട്ടുള്ള ഒരു മന്ദിരം കൂടെയാണ്. അവിടെ തന്നെയാണ് മന്ത്രി ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഔദ്യോഗിക വസതിയായി അവിടെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ പല ആഗ്രഹങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലൊരു ആഗ്രഹമായിരുന്നു അവർക്ക് ഈ മന്ദിരം കാണുക
കാണുക എന്നുള്ളതും അതിനപ്പുറത്തേക്ക് അതൊന്ന് നടന്ന് കണ്ട് സന്തോഷിക്കാനുള്ള ഒരു എലമെന്റ് ഒക്കെ അതിനകത്തുണ്ട്. കാരണം ഈ പൂന്തോട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ മന്ത്രിമന്ദിരവുമായി അനുബന്ധ പ്രവർത്തനങ്ങൾ അതാണ് അവിടുത്തെ ഓരോ ഇടങ്ങളിലേക്കും ചെല്ലുമ്പോൾ ആ കുഞ്ഞു മക്കളൊക്കെ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ നമുക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നും. എന്തായാലും മക്കൾ എല്ലാവരും ഹാപ്പിയാണ്, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ശരി ഗോകുൽ.